ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നബീനെയാണ്. നബീന് ഹോസ്പിറ്റലാണുള്ളത്, അതായത് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കേസായിട്ട്. അപ്പോൾ പോലീസുമാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പോലീസ് പറയുകയാണ്, ഇയാളെ ഉപദ്രവിച്ച ആൾ ആരാണെന്നറിയോ, ഇയാൾ വന്ന കാർ ആരാണെന്നറിയോ, കാറിൻ്റെ ഡ്രൈവർ ആരാണെന്നറിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാറ് ഒരു ഫിനാൻസ് കമ്പനിയുടെ കാറ് വാടകയ്ക്ക് ഓടിക്കുന്നതാണ്. അപ്പോൾ ഓടിക്കുന്നത് ഒരു സച്ചി എന്ന് പറഞ്ഞ ആളാണ്. അവൻ്റെ അഡ്രസ്സും കിട്ടിയിട്ടുണ്ട് സാർ. എന്നാൽ പിന്നെ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് ഇയാളെ പറ്റി അന്വേഷിക്കുക. മറ്റെന്തെങ്കിലും രീതിയിൽ സംശയം തോന്നിയ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. ശരി സാർ. എന്നെ കാണിക്കുന്നത് ഇതാ, എല്ലാവരും കല്യാണ മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. കാറിലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും കാറിൽ വന്ന് ചന്ദ്ര ശ്രുതിയെ കൈപിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ശ്രുതിയെ അവളുടെ കൂട്ടുകാരി മീര കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ എന്നാലും ശ്രുതി പുറത്തോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവൾക്കൊരു മനസ്സിൽ പേടിയുണ്ട്. അപ്പോൾ മീര പറയാണ്, ഇനി എന്തിനാണ് നീ തിരിഞ്ഞു നോക്കുന്നത് ശ്രുതി? ഇനി കല്യാണം കഴിഞ്ഞില്ലേ? ഇനി എന്തായാലും നവീൻ ഇവിടേക്ക് എങ്ങാനും വരുമോ? ഏയ്, നീ ധൈര്യമായിട്ടിരിക്കുക, സന്തോഷത്തോടെ വാ. അമ്മ പറയാണ്, ചന്ദ്രേ ആരതി എടുത്തിട്ട് വാ. അപ്പോൾ അച്ഛമ്മ, ഇതൊക്കെ മുമ്പേ ചെയ്തു വെക്കേണ്ടതല്ലേ ചന്ദ്രേ? അപ്പം ചന്ദ്ര പറയാണ്, എല്ലാവരും ഒരുമിച്ചല്ലേ വന്നത്, ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. അപ്പം സച്ചി പറയാണ്, അച്ഛാ ഞാൻ പോവാ, എനിക്ക് ജോലിയുണ്ട്. നില്ലടാ അവിടെ, ആരതി ഒഴിഞ്ഞ് വീട്ടിനകത്ത് കയറട്ടെ, എന്നിട്ട് പോയാൽ മതി. അപ്പം സച്ചി പറയുന്നു, ഇവൻ്റെ കല്യാണമല്ലേ കഴിഞ്ഞേ, ആരതി ഇവനെ ഒഴിഞ്ഞാൽ പോരെ, ഞാനെന്തിനിവിടെ നിൽക്കണം? അച്ഛമ്മ, അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയാൽ മതി. അച്ഛമ്മേ, ജോലി ചെയ്താൽ എൻ്റെ കയ്യിൽ കാശ് വരുള്ളൂ, അല്ലാതെ ഇവൻ്റെ ചടങ്ങ് നോക്കി എന്നാൽ എൻ്റെ കയ്യിൽ കാശ് വരില്ല. എടാ, വീടിനകത്ത് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, അതുവരെ മിണ്ടാതെ ഇവിടെ ഇരുന്നോളണം. ശ്രുതി വീണ്ടും പുറകോട്ട് നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, എന്താ ശ്രുതി, മോളാരിയാ പിറകെ നോക്കുന്നേ? ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല, വീടും പരിസരമൊക്കെ നോക്കിയതാ, ഇനി ഇവിടെയാണല്ലോ കഴിയേണ്ടത്. ശ്രുതി പറയാണ്, പിന്നെ ശ്രുതിക്ക് എല്ലാം ഞാൻ ചുറ്റി കാണിച്ചു തരാം. സച്ചി, ഓ പിന്നെ കാശ്മീരല്ലേ ചുറ്റി കാണിച്ചു കൊടുക്കുക. അപ്പോൾ അച്ഛൻ, ഒന്ന് മിണ്ടാതിരിക്കുക സച്ചി. അപ്പോൾ ആരതിയുമായി ചന്ദ്ര അവിടെ എത്തി. ചന്ദ്ര ആരതിയുമായിട്ട് വന്നിട്ട് ബാ മക്കളെ എന്ന് പറയായിരുന്നു. അപ്പോൾ അച്ഛമ്മ, ചന്ദ്ര അവിടെ നിൽക്ക്, ആരതി തട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്ക്. എന്തിനിവളെ കയ്യിൽ കൊടുക്കണം? വീട്ടിൽ ആദ്യം വന്ന് കയറിയ മരുമകൾ ഇവളല്ലേ, അവൾ ആരതി ഒഴിയണം, മുറ തെറ്റിക്കണ്ട. മോളെ രേവതി, ആരതി തട്ട് വാങ്ങിക്ക്. അവൾ സച്ചിയെ നോക്കി. അപ്പോൾ സച്ചി പറയാണ്, അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ, ആരതി തട്ട് വാങ്ങ്. അപ്പോൾ അവൾ വാങ്ങിച്ച്. ചന്ദ്രയോട് പറയാണ്, നീയും കൂടി ചേർന്ന് പിടിച്ചിട്ട് ആരതി ഒഴി. അപ്പോൾ ചന്ദ്ര പറയാണ്, അമ്മേലെ പറഞ്ഞത് രേവതി മാത്രം മതിയെന്ന്. അവൾ ഒഴിയണം, പക്ഷെ നീ ഒഴിയണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. 2 പേരും ചേർന്ന് ആരതി ഒഴി. ചേർന്ന് നിന്ന് ആരതി എടുക്കാൻ കുറച്ചിലുണ്ടോ നിനക്ക്? ആരതി തട്ടി 2 പേരും പിടിച്ചിട്ട് ഒഴി. അച്ഛനും പറയാണ്, ചന്ദ്രേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, അതനുസരിക്ക്. ഒഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചന്ദ്ര പറയാണ്, അതുകൊണ്ട് പോയി അപ്പുറം തട്ട് എന്ന്. അപ്പോൾ അച്ഛമ്മ പറയാണ്, മോളവിടെ നിൽക്ക്, എല്ലാം നീ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതല്ലേ, അത് നീ കൊണ്ടുപോയി തട്ട് ചെല്ല്. മോളെ ആ തട്ടങ്ങ് കൊടുക്ക്. ഒടുവിൽ ചന്ദ്ര കൊണ്ടുപോയി തട്ടി. അപ്പോൾ അവർ 2 പേരും അകത്തേക്ക് കയറാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, ശ്രുതി 2 പേരും കൈപിടിച്ച് കയറടാ. ബാമയോട് ചന്ദ്ര പറയാണ്, കണ്ടില്ലേ എന്നെ പരിഹസിക്കുന്നത് അമ്മ, അതും രേവതിയുടെ മുമ്പിൽ വെച്ചിട്ട്. ഇതാ എപ്പോഴും ഇവിടെ നടക്കുന്നത്, അത് വിടടി. 2 ദിവസം കഴിഞ്ഞാൽ അമ്മ അങ്ങ് പോവുമല്ലോ, അതുവരെ നീ ക്ഷമിക്ക്. അവർ പോകട്ടെ, ആ പോകട്ടെന്നവൾക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. സെൻട്രലിലെത്തിയപ്പോൾ എല്ലാവരും ഒന്ന് നിന്നു. അപ്പോൾ സച്ചി പറയാണ്, ഇതെന്താ ഇവിടെ നിന്ന് ട്രാഫിക് ബ്ലോക്കായോ, ഒന്ന് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് ശ്രുതിയെ തട്ടി മാറ്റിയിട്ട് അവൻ പോവുകയാണ്. ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി പിടിക്കുമായിരുന്നു ശ്രുതി വീഴാൻ പോകുന്ന സമയത്ത്. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, സച്ചി. ശ്രുതി പറയാണ്, എടാ മാറാൻ പറഞ്ഞാൽ പോരെ നിനക്ക്, ഇതുപോലെ തള്ളിയിടണോ? ഓ പിന്നെ 10ാമത്തെ നിലയിൽ നിന്ന് നിന്നെ തള്ളി താഴെ ഇട്ടതാണല്ലോ. എടാ, ശരീരത്തിന് ഉറപ്പ് വേണം, ഉറപ്പ്. ഇങ്ങോട്ട് നോക്കിയേ, കണ്ടടാ എന്ന് പറഞ്ഞ് അവൻ്റെ മസിൽ കാണിച്ചു കൊടുക്കുകയാണ് സച്ചി ശ്രുതിക്ക്. അവൻ്റെ മസിൽ പിടുത്തവും കളിയൊക്കെ കണ്ടപ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ചു, സച്ചിയേ. ഓ ശ്രുതി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോഴാണ് ചന്ദ്രയും ഭാമയും അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് പറയാണ്, ഇതെന്താ എല്ലാവരും കൂടി നോക്കി നിൽക്കുന്നേ, പാലും പഴവും ഒക്കെ എടുത്തിട്ട് വാ. ശരി അമ്മേ എന്ന് പറഞ്ഞ് രേവതി പോയി. ചന്ദ്ര പറയാണ്, ഒന്ന് നിന്നേ, പാല് ചൂടാക്കി അതിൽ ബദാം പൗഡർ ഇടണം, അത് മറക്കണ്ട.
അപ്പോൾ രേവതി പറയാണ്, അമ്മേ ബദാം പൗഡർ ഇല്ല, അത് തീർന്നു പോയി. അപ്പോൾ സച്ചി പറയാണ്, ആ എന്നാൽ ബ്ലീച്ചിങ് പൗഡർ ഇട് കുറച്ച്, എന്നിട്ട് അത് കലക്കിക്കോ. അപ്പോൾ അച്ചമ്മ പറയാണ്, എടാ ഒന്ന് ചുമ്മാതിരിയടാ. അപ്പോൾ അച്ചമ്മ പറയാണ്, ചന്ദ്രേ ഇവർ രണ്ടുപേരെയും പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് തൊഴിയിക്ക്. എല്ലാം ഞാൻ നിന്നോട് പറയണോ? വാ മക്കളെ വാ എന്ന് പറഞ്ഞ് ചന്ദ്ര അവരുടെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോയി പൂജാമുറിയിലേക്ക്. പൂജാമുറിയിൽ കയറിയിട്ട് ചന്ദ്ര പറയാണ്, മോളെ ശ്രുതി, നീ വിളക്ക് വെക്കുമ്പോൾ ഈ വീട് മുഴുവൻ പ്രകാശിക്കണം. അപ്പം സച്ചി, ഒരു വൈക്കോൽ തൂറ് കൊണ്ടുവന്ന് കത്തിച്ചാൽ മതി, വീട് മുഴുവൻ പ്രകാശമായിരിക്കും. ചന്ദ്ര അച്ഛനോട് പറയാണ്, അവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. എടാ സച്ചി, ഒന്നനങ്ങാതിരിക്കടാ. ശരി അച്ഛാ, ഞാനൊന്നും പറയുന്നില്ല. മോളെ ശ്രുതി, നീ ഈ വീട്ടിൽ വന്നതുകൊണ്ട് ഇവിടുത്തെ കെട്ടതെല്ലാം പോയി തുലയണം. അപ്പോൾ സച്ചി പറയാണ്, അപ്പോൾ നിങ്ങൾ ഈ വീട് വിട്ടു പോവുകയാണോ? അച്ഛമ്മ, മിണ്ടാതിരി അവിടെ. ചന്ദ്രേ, നീയും സംസാരം നിർത്ത്. മോളെ ശ്രുതി, വിളക്ക് കത്തിക്ക്. അങ്ങനെ ശ്രുതി വിളക്ക് വെച്ചു. എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോൾ ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നത്, വിവാഹം എങ്ങനെയോ കഴിഞ്ഞു, എന്നാലും എനിക്ക് മനസ്സിൽ പേടിയുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാത്തോളണം. നല്ലൊരു ജീവിതം ഉണ്ടാവണം ഞങ്ങൾക്ക്. അനുഗ്രഹിക്കണം ഞങ്ങളെ. അപ്പോൾ അവിടെ വന്ന് നിന്ന രേവതിയോട് ചന്ദ്ര പറയാണ്, നിന്നോടല്ലേടി പാലും പഴവും എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞത്, എടുത്തുകൊണ്ട് വാ. അപ്പം സച്ചി, ദേ ആജ്ഞാപിക്കല്ലേ. നിങ്ങളാര്, രാജ്ഞിയോ? മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ പാലും പഴവും വീട്ടിന് പുറത്ത് കിടക്കും. സച്ചി, മോള് ചെല്ല്. അച്ഛൻ വിളിച്ചിട്ട് പറയാണ്, ചന്ദ്രയെ പാല് തിളക്കണം, അതിനുള്ള സാവകാശം കൊടുക്കണേ. രണ്ടുപേരെയും റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവൾക്കൊരു വേർക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കാണ്, മോളെ ശ്രുതി, നിനക്കെന്തോ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല ആൻറ്റി. നന്നായി വിയർക്കുന്നുണ്ടല്ലോ. അത് നല്ല ചൂടുണ്ട്, അതാ. രേവതി, ആ ഫാനിൻ്റെ സ്പീഡ് കൂട്ട്. എന്തൊരു സ്പീഡായത്. അപ്പോൾ സച്ചി, മഹാറാണി അമ്മയ്ക്ക് ആവശ്യത്തിന് സ്പീഡ് വെക്ക്. അപ്പോൾ ശ്രുതി, അമ്മേ ഹോളിലൊരു AC വെക്കുന്നത് നല്ലതാ. അപ്പോൾ സച്ചി, പിന്നെ നല്ലതായിരിക്കും. കാശ് ഉണ്ടോടാ നിൻ്റെ കയ്യിൽ? ഞാൻ നിന്നോട് പറഞ്ഞില്ല. നീ എന്നോട് പറഞ്ഞില്ല, പക്ഷേ നീ പറഞ്ഞു. എന്താ സച്ചി ഇത്? ശ്രുതി, രണ്ടുപേരും പാലും പഴവും കഴിച്ചേ. എടുത്ത് കഴിക്കും മോനെ. അവൻ പാലെടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം കുടിച്ച് 3ാമത്തെ പ്രാവശ്യം ചന്ദ്ര പറയാണ്, കുറച്ച് കുടിച്ചിട്ട് ബാക്കി ശ്രുതിക്ക് കൊടുക്ക്. സച്ചി, അവനെ മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലമില്ല. കിട്ടിയത് മുഴുവൻ അവനെടുത്ത് ഓടും, അതാ അവൻ്റെ ശീലം. അച്ഛാ, ഇവനോട് മിണ്ടാതിരിക്കാൻ പറ. അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ കുടിക്കും മോനെ. അപ്പോൾ രേവതിയും സച്ചിയും നോക്കിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഓരോരുത്തരും നോക്കിച്ചിരിക്കുകയാണ്. മതി കുടിച്ചത്, ബാക്കി നീ അവൾക്കും കൂടി കൊടുക്ക്. ശ്രുതി ഏതോ ലോകത്താണ് ഉള്ളത്. അപ്പോൾ അമ്മ വിളിക്കുകയാണ്, ശ്രുതി മോളെ, ശ്രുതി മോളെ, നീ കുടിക്കും മോളെ, പഴം കഴിക്കടാ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു പഴം എടുത്ത് തൊളിച്ചു. സച്ചി പറയാണ് ശ്രീകാന്തിനോട്, അവനത് മുഴുവൻ കഴിക്കും, നീ കണ്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, മതി, ബാക്കി അവൾക്ക് കൊടുക്ക്. ഇടയ്ക്ക് താഴേക്ക് കുനിഞ്ഞിട്ട് മീര പറയാണ്, എന്താ ഇത്, നീ സമാധാനമായിട്ടിരിക്കുക, മറ്റുള്ളവർക്ക് കൂടി തോന്നും, മറ്റുള്ളവർക്ക് സംശയത്തിനിട വരരുത്. അപ്പം സച്ചി, എന്താണ് ഒരു സ്വകാര്യം? അപ്പം ചന്ദ്ര, അവർക്കങ്ങനെ പലതും പറയാനുണ്ടാവും, നിനക്കെന്താടാ അതിന്? എനിക്കൊന്നുമില്ലേ. അപ്പോഴാണ് അവിടേക്ക് വീട്ടുമുറ്റത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിർത്തിയത്. സച്ചിയും ശ്രീകാന്തും ഒക്കെ തിരിഞ്ഞു നോക്കുകയാണ്. പോലീസ് അകത്ത് കയറി. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നു. എന്നിട്ട് അച്ഛമ്മ ചോദിക്കുകയാണ്, എന്താ രവി, പോലീസ് ഇവിടെ? ചോദിക്കാം അമ്മേ. എന്താ സാറേ, എന്താ വിശേഷം? ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്താ സാർ കേസ്? ആർക്കാ കേസ്? അപ്പം ചന്ദ്ര പറയാണ്, ഇവനോട് തന്നെ, വേറെ ആരോട് സംസാരിക്കാനാ? നല്ല നാളായിട്ട് പോലീസ് വീട്ടിൽ വന്നു, നിന്നെക്കൊണ്ട് തോറ്റല്ലോ. ചന്ദ്രേ, സാർ ആരെ കാണാനാണ് വന്നത്? സച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എവിടെയെങ്കിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. മനുഷ്യൻ്റെ മാനം കളയാനായിട്ട് പിറന്നൊരു സന്താനം. രേവതി അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, സാർ എന്തിനാ സാർ ഇപ്പോൾ ഇദ്ദേഹത്തെ തേടി വന്നത്? ഇദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. രേവതി, ഞാൻ സംസാരിക്കാം. സാർ, ഞാനാ സച്ചി. എന്താ പ്രശ്നം? നിങ്ങൾ കാർ ഡ്രൈവർ അല്ലേ? അതെ. പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാർ നിങ്ങളല്ലേ ഓടിക്കുന്നത്? അതെ. അതൊരു ഫിനാൻഷ്യയുടെ കാറാ, ഞാൻ വാടകയ്ക്ക് ഓടിക്കുന്നതാ. എൻ്റെ കാറ് വർക്ക്ഷോപ്പിലാ.
അത് സാറിനെ പോലെ ഒരു പോലീസുകാരൻ എനിക്കിട്ട് പണി തന്നതാ. ഇന്ന് രാവിലെ നിങ്ങളെ കാറിൽ ഒരാൾ കയറിയിരുന്നില്ലേ? ഒരാളല്ല സാർ, കുറേ പേർ എൻ്റെ കാറിൽ കയറിയിരുന്നു. സാറ് ആരെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ സാറ് കയ്യിലിരിക്കുന്ന ഫോട്ടോ നവീനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അത് സംഭവം കാണിച്ചു കൊടുത്തു. അപ്പം സച്ചിയേക്കാൾ കൂടുതൽ ടെൻഷനായത് ശ്രുതിക്കും മീരയ്ക്കുമാണ്. ഇയാളെ അറിയോ നിങ്ങൾക്ക്? അറിയാം സാർ. ഇന്ന് രാവിലെ ഇവൻ്റെ കാറിൽ യാത്ര ചെയ്തിരുന്നു. ഒരു വൃത്തികെട്ട സ്വഭാവം, എമ്മാടി. അയാളും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാളെ കാണുമ്പോൾ നല്ല ഡീസൻ്റാ, അതുകൊണ്ടാണ് ഞാൻ കാറിൽ കയറ്റിയത്. കാറിൽ കയറിയ ഉടനെ ആർക്കോ അവൻ ഫോൺ ചെയ്തു. പെണ്ണിനെക്കുറിച്ചാണ് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അവളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ടപ്പോൾ ശ്രുതി ഒന്ന് മീരയെ നോക്കി. ആ പെണ്ണിനെ ജീവിക്കാൻ വിടില്ല, തൂക്കിയെടുത്തുകൊണ്ട് പോകും, ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ അവിടെ വെച്ച് അവൻ മാത്രമല്ല അവൻ്റെ കൂട്ടുകാരും എന്നും പറഞ്ഞ് സച്ചി മുഖം തിരിച്ചു. അവൻ പറഞ്ഞതൊന്നും ഇവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റില്ല സാറേ, നാണം കെട്ടവൻ. കസ്റ്റമറല്ലേ എന്ന് കരുതി ഞാൻ കുറേ ക്ഷമിച്ചതാ. ഒടുക്കം ക്ഷമ നശിച്ച് ഞാൻ കാറിൽ നിന്നും പുറത്തേക്കിറക്കി 4 കൊടുത്തു. സഹിക്കാൻ കഴിയാത്ത വാക്കുകളാ അവൻ ആ പെണ്ണിനെക്കുറിച്ച് പറഞ്ഞത്. നല്ല അടി കൊടുത്തിരുന്നു. ഇനി ഒരു പെണ്ണിനെക്കുറിച്ചും അവനങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒടുക്കം അവൻ ഓടി. ഞാൻ പുറകെ ഓടിയതാ. പക്ഷേ അപ്പോഴാണ് അച്ഛൻ്റെ കോൾ വന്നത്. അവൻ രക്ഷപ്പെട്ട് കാണും സാറേ. അപ്പോൾ ശ്രുതി പറയാണ്, എടാ അവൻ ഏതോ പെണ്ണിനെക്കുറിച്ച് പറഞ്ഞു, അതിന് നിനക്കെന്താ? നീ കാരണം പോലീസ് വീട്ടിൽ വന്നു, അതും എൻ്റെ കല്യാണ ദിവസം തന്നെ. എടാ ഏതൊരു പെണ്ണിനെക്കുറിച്ചും അങ്ങനെ പറയരുത്. നമ്മളെ വീട്ടിലെ പെണ്ണിനെക്കുറിച്ച് പറഞ്ഞാൽ നീ ചുമ്മാതിരിക്കുമോ? എനിക്കെല്ലാ പെണ്ണുങ്ങളും നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളാ, അവരെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സഹിച്ചോളാം. അപ്പം ചന്ദ്ര, ഏതോ ഒരുത്തനെ തല്ലിയിട്ട് വന്നിട്ട് നീ ന്യായം പറയാ? സാറന്മാരെന്തിനാ വന്നത്? ഇവനെ അറസ്റ്റ് ചെയ്യാനല്ലേ? സമയം കളയണ്ട, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ. അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇദ്ദേഹം, രേവതി പറയാണ്. ചന്ദ്രേ, സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിന് ഇവനെ അറസ്റ്റ് ചെയ്യണം? അച്ചമ്മ ചോദിക്കാണ്. സാർ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ? അല്ല, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല, കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അയാൾ ഏതോ ഒരു പെണ്ണിനെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഏത് പെണ്ണിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്നറിയോ? പെണ്ണിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയോ? അവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സാർ എന്ന് പറയുമ്പോൾ തന്നെ കല്യാണി ഒരു വല്ലാത്ത രീതിയിലായി. ശ്രുതി എന്ന പേരിലുള്ള കല്യാണിയെക്കുറിച്ചായിരിക്കും അവൻ പറയാൻ പോകുന്നത് എന്ന് ഏകദേശം മനസ്സിലായി ശ്രുതിക്ക്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.